നമസ്കാരം. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ പരാജയത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണമാണല്ലേ ഈ പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കൽ അല്ലെങ്കിൽ മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ടിയിരുന്ന ചില ജോലികൾ, അതുമല്ലെങ്കിൽ നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചിരുന്ന ചില നല്ല ശീലങ്ങൾ, അതുമല്ലെങ്കിൽ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്ന ചില മോശം ശീലങ്ങൾ, അങ്ങനെ എന്തുമാവട്ടെ ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ, നാളെ മുതലാവാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാവട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ, അതുമല്ലെങ്കിൽ അടുത്ത 1-ാം തീയതി മുതലാവാം എന്നിങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കാതെ നീട്ടിവെക്കുന്നതിനെയാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കൽ എന്ന് പറയുന്നത്. നമ്മളിൽ പലരുടെയും ഒരു ശാപമാണല്ലേ ഈ സ്വഭാവം. നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കേട്ടിട്ടില്ലേ, നാളെ നാളെ നീളെ നീളെ എന്ന്. ചിലതൊന്നും ഇങ്ങനെ പറഞ്ഞ് ഒരിക്കലും നടക്കാറുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ്. അത് പറയുമ്പോൾ ആദ്യം പറയേണ്ടത്, ചിലർക്ക് തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നോ അത് മാറ്റേണ്ടതാണെന്നോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപായി വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടോ? അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അതിൻ്റെ സമയപരിധി അവസാനിച്ച് ഡെഡ് ലൈൻ എത്തിയിട്ടാണോ ചെയ്തു തീർക്കാറ്? എങ്കിൽ നിങ്ങൾ ഈ രോഗത്തിന് അടിമയാണ് എന്നാണ് അർത്ഥം.